ഈശോയിൽ സ്നേഹമുള്ളവരെ, ഒരു പ്രാർത്ഥനയുടെ ഒരു ദിനം, വലിയ സ്നേഹത്തിന്റെ ഒരു നല്ല ഇടയന്റെ വേർപാടിന്റെ ദിനം. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും മറക്കാനാവാത്ത ഓർമ്മകൾ തന്നുപോയ ഒരു വലിയ ഇടയന്റെ നിത്യതയിലേക്കുള്ള യാത്രയുടെ ദിനം. സ്നേഹമുള്ളവരെ, ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്. കർത്താവിന്റെ വചനത്തിൽ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ വചനം ഇപ്രകാരം പറയുന്നു: ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരുപാട് വർഷങ്ങൾ തിരുസഭയ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കപ്പെട്ട നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ലോകത്തിൽ നിന്ന് പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് യാത്രയായി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുതൽക്കൂട്ടുകൾ കരുണയുടെ ഒരുപാട് കാരുണ്യ പ്രവർത്തികളാണ്. സ്നേഹമുള്ളവരെ, ഈ കാരുണ്യ പ്രവർത്തികൾ അനേകം ജീവിതങ്ങളിൽ ഇന്നും ഉണരേണ്ടതുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ലോകത്തിൽ നിന്ന് പിതാവിന്റെ സന്നിധിയിലേക്ക് യാത്രയാകുമ്പോ നമ്മോടും പറയുന്നൊരു കാര്യമുണ്ട്: നീയും കരുണയുടെ വഴിയിലൂടെ, കാരുണ്യ പ്രവർത്തികളിലൂടെ സ്വർഗം നേടുക എന്ന്. സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ പിതാവ് നമ്മോട് പറയുന്നൊരു കാര്യം ഇതാണ്: നീയും കാരുണ്യ പ്രവൃത്തിയിലൂടെ സ്വർഗം നേടുക. പാവപ്പെട്ടവന്റെ നിലവിളി കേൾക്കുന്ന പിതാവ്, പാവപ്പെട്ടവന്റെ കൂടെ നടക്കുന്ന പിതാവ്, പാവപ്പെട്ടവനെ മടിയിലിരുത്തുന്ന ഒരു പിതാവ്, പാവപ്പെട്ടവനെ സ്വന്തമായി കാണുന്ന ഒരു പിതാവ്. ഞാനിങ്ങനെ ഓർക്കുകയാണ്, ഒരു മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് മറ്റുള്ളവന്റെ വേദന നമ്മുടെ വേദനയായി തീരുന്നതാണ്. അതെ, ഒരു വലിയ ഇടയൻ, സഭയെ നയിച്ചു കൊണ്ടിരുന്ന നല്ല ഇടയൻ മാർപ്പാപ്പ, ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ന് നമ്മിൽ നിന്ന് വേർപിരിഞ്ഞ് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുമ്പോ, സ്നേഹമുള്ളവരെ, ആ പിതാവിനോടുള്ള സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് ആ പിതാവിന്റെ പ്രവർത്തനങ്ങളെ സ്വന്തം ചങ്കിലേറ്റിക്കൊണ്ടാണ്, ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ടാണ്. ആ പിതാവ് ചെയ്ത കരുണയുടെ പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്ന് അനേകരിലേക്ക് അത് പൊട്ടിപ്പുറപ്പെടണം. അതൊരു സ്നേഹത്തിന്റെ ആദരാഞ്ജലിയാണ്, അതൊരു സ്നേഹത്തിന്റെ പ്രവർത്തനമാണ്. ആ പിതാവിനോടുള്ള ഒരു സ്നേഹമാണ്. മറക്കാത്ത സ്നേഹത്തിന്റെ ഉറവിടമാണ് നീയെങ്കിൽ, അതെ സ്നേഹമുള്ളവരെ, ഫ്രാൻസിസ് മാർപ്പാപ്പയോട് സ്നേഹമുള്ള ഒരു വ്യക്തിത്വമാണ് ഞാനും നിങ്ങളുമെങ്കിൽ, എന്നിലൂടെയും നമ്മിലൂടെയും പൊട്ടിപ്പുറപ്പെടേണ്ടത് ഒരു കരുണയുടെ പ്രവൃത്തിയാണ്. ആ നല്ല പിതാവിന്റെ മുമ്പിൽ ഇതാ ഒരു കരുണയുടെ പ്രവൃത്തിക്ക് വേണ്ടി ഈ ജീവിതം മുഴുവൻ കാഴ്ചവെച്ച് നിത്യപിതാവിന് നമ്മളും ദൈവപിതാവിന്റെ സന്നിധിയിലേക്ക് യാത്രയാകുമ്പോൾ, ആ പിതാവിനെ ഓർത്ത് നാം ചെയ്തു കൂട്ടുന്ന കരുണയുടെ പ്രവൃത്തികൾ നമുക്കും സ്വർഗത്തിലേക്കുള്ള വഴികാട്ടികളാകട്ടെ, സ്വർഗത്തിന്റെ നിത്യസമ്മാനത്തിന്റെ സമ്പാദ്യങ്ങളായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഈ നിത്യപിതാവിന്റെ മുമ്പിൽ. അതെ, പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് യാത്രയായ തിരുസഭയുടെ വലിയ സ്നേഹ ഇടയനായ ആ വലിയ പിതാവിന്റെ മുമ്പിൽ, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ സ്നേഹത്തിന്റെ മുമ്പിൽ വലിയ സ്നേഹത്തോടെ ആദരാഞ്ജലികളും പ്രാർത്ഥനകളും അർപ്പിച്ചുകൊണ്ട് ആ പിതാവിന്റെ നല്ല ഗുണങ്ങളിൽ നിന്ന് അല്പമെങ്കിലും ആ കരുണയുടെ മുഖത്തിൽ നിന്ന്, ആ കരുണയുടെ കരത്തിൽ നിന്ന്, ആ കരുണയുടെ പ്രവൃത്തികളിൽ നിന്ന് അല്പമെങ്കിലും ഞങ്ങളുടെ ജീവിതങ്ങളിലേക്കും തരണമേ, പകരപ്പെടണമേ എന്നുള്ള പ്രാർത്ഥനയോടെ എല്ലാവർക്കും ആ പിതാവിന്റെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഈ ആദരാഞ്ജലിയുടെ വലിയ സ്നേഹത്തോടെയൊക്കെ സമർപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ അർപ്പിക്കേണ്ടത് ആ പിതാവിന്റെ ഒരു പ്രവർത്തനമാണ്. നമുക്ക് പ്രവർത്തിക്കണം, നമുക്കൊരു കരുണയുടെ മുഖമാകണം, കരുണയുടെ ഒരു പ്രവർത്തനമാകണം. അതിനായി ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മാർപ്പാപ്പയുടെ ഈ നിത്യതയിലേക്കുള്ള യാത്രയുടെ ദിവസം ഒരു അനുഗ്രഹമാകാൻ നമുക്കും പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ പിതാവായ ദൈവത്തോട് കൂടെ ഇരിക്കുന്ന മാർപ്പാപ്പയെ നമുക്ക് കാണാം, ആഗ്രഹിക്കാം. നമുക്കും ഒരു നാൾ ഈ കരുണയുടെ പ്രവൃത്തി ചെയ്ത് പിതാവായ ദൈവത്തിന്റെ മുമ്പിലായിരിക്കാൻ നമുക്കും കൊതിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ.